ഹായ്, എല്ലാവർക്കും നമസ്കാരം. കർണാടകത്തിൽ ഒരു കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. പേരുകേട്ട ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പളനിയുടെ ആചാരാനുഷ്ഠാനങ്ങളാണ് നടക്കണം. പോയാൽ മുട്ടയടിക്കുക, പുഴ ഇതിനെ കാണാം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിലൂടെ എനിക്ക് യാത്ര ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിവിടെ ഒരു പുഴ ക്രോസ് ചെയ്തിട്ട് അവിടെ റൂം എടുത്തു. തിരക്കേടില്ല, നല്ല റൂമാണ്. റൂമിൻ്റെ റെൻറ്റ് വന്നിട്ട് 2500 രൂപയാണ്. അതിൽ 2 ആൾക്ക് സുഖമായിട്ട് താമസിക്കുക. ഇനിയിപ്പോൾ ഒരു ഫാമിലിയാണ്, ഒരു കുട്ടി 2 മക്കളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വലിയ ആളുകളാണെങ്കിൽ 2 ആളെ അലോഡ് ചെയ്യുള്ളൂ എന്നാണ് അവർ പറയണത്. അതൊക്കെ പിന്നെ ബാക്കി നമ്മളെ വാക്സാമർത്ഥ്യം പോലെ ഇരിക്കും. എന്തായാലും നല്ല വൃത്തിയും വെടുപ്പുള്ള നല്ല റൂമുകളാണ്. റൂമുകളെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നല്ല പ്ലേസാണ്. ഒരു പുഴയ്ക്ക് കുറുകെ ഒരു പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ഡാമിലൂടെ വെള്ളം മറിഞ്ഞു കഴിഞ്ഞു. ഈ ഡാമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സ്നാനം ചെയ്യാനുള്ള, അതായത് ഈ മുരുകൻ്റെ ക്ഷേത്രത്തിലേക്ക്, കുക്കി മുരുകൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്നാനം ചെയ്യാനുള്ള ഒരു സ്ഥലം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ആൽത്തറ. ആൽത്തറയിൽ കുറച്ച് പൂജാകാര്യങ്ങളും നടക്കുന്നു. വൃത്തി ശുദ്ധി, പോലീസിൻ്റെ സെക്യൂരിറ്റി, അത്യാവശ്യം പൂജാ സാധനങ്ങൾ മേടിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ എന്താ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ, കർണാടകത്തിൽ വരികയാണെങ്കിൽ ഇതുവഴി പോവുകയാണ്. ഇപ്പോൾ കർണാടക, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കാസർഗോഡേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ വഴിയിലാണ് ഇത് കണ്ടത്. ഇങ്ങനെ ഈ വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴി എന്ന് പറഞ്ഞാൽ കാട്ടുകൂടുള്ള വഴിയാണ്. എന്ന് വെച്ചിട്ട് കാടടയ്ക്കുന്നില്ല. നമ്മുടെ അവിടുത്തെ മറ്റേ തമിഴ്നാട് കർണാടക ബോർഡറിലുള്ള കാടുകൾ പോലെ അടച്ചിടുന്ന കാടല്ല, ഗതാഗത യോഗ്യമുള്ള കാട് തന്നെയാണ്. അപ്പോൾ രാത്രിയും പകലൊക്കെ യാത്ര ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രാത്രി യാത്ര ചെയ്ത് ഒരു 1:30-2 മണി വരെ യാത്ര ചെയ്തപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷപ്പായിട്ട് നാളെ രാവിലെ പുറപ്പെടാം എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ നല്ലൊരു പ്ലേസായിട്ട് തോന്നി. അപ്പോൾ ആ പ്ലേസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. കുമാരദ്വാര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കുമാരദ്വാര. ഈ കുമാരദ്വാരയിൽ എത്തിക്കഴിഞ്ഞാൽ 2-3 തിരിയുന്ന ഒരു വഴിയാണ്. ഈ വഴിയിൽ ഇങ്ങനെ ഒരു കവാടം കാണാം, വെൽക്കം സുബ്രഹ്മണ്യ ക്ഷേത്രം. അപ്പോൾ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് നല്ലൊരു ആൽമരം കണ്ടോ. ഈ ആൽമരത്തിനോട് ചേർന്നിട്ടാണ് ആ ഹോട്ടൽ സ്ഥിതി ചെയ്യണ, ആദിത്യ നെസ്റ്റ് ഹോട്ടൽ. കണ്ടില്ലേ, വില്ലകളാണ്. 3 നിലകളായിട്ട് കൊടുത്തിരിക്കുന്ന വില്ലകളാണ്.
ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. ഇവിടെ ചായ കിട്ടും, നമുക്കൊരു ചായ കുടിക്കാം. നമ്മളൊരു ചായ ഉണ്ടാക്കുന്നുണ്ട്. ചായ ലൈവാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഹോട്ടല്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുള്ളൂ ക്ഷേത്രത്തിലേക്ക്. പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 54 കിലോമീറ്ററും, മഞ്ചേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 107 കിലോമീറ്ററുമാണ്. അപ്പോൾ ഇവിടെ ധാരാളം റെസിഡൻസികളുണ്ട്, താമസ സൗകര്യങ്ങൾ ഉണ്ടോ. ദേവറ, അങ്ങനെ ആ കാണുന്നതും ആറൻസ്, കുറേ റെസിഡൻസികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലാണ്. നമുക്ക് അതിലേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഒരു വൃത്തിയും വെടുപ്പുമാണ്. റോഡൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റാക്കി, റിസപ്ഷൻ കൗണ്ടർ ഫ്രണ്ടിൽ തന്നെ കൊടുത്ത്, ബ്ലോക്ക് എ അങ്ങനെ പേരും കൊടുത്തു. നല്ല ഭംഗി. ഇവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ ചായ കുടിച്ചതിന് ചായക്ക് 10 രൂപയും ബന്നിന് 5 രൂപയും. 15 രൂപയ്ക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല മനോഹരമായ സ്ഥലം. ഇവിടെ അതുപോലെ തന്നെ ഒരു പൗണ്ടന് ചുറ്റും ഗാർഡൻ, നല്ല ഭംഗിയിൽ തന്നെ അലങ്കരിച്ചിട്ടുള്ളൊരു ഏരിയ. ഇവിടെ കോമൺ ആയിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്താ പറയുക, സ്വിമ്മിംഗ് പൂള്. തിരക്കേടില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കളിക്കോപ്പുകൾ. റൂമാണെങ്കിൽ 402 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ചാവി കാർഡാണ്. അകത്ത് കയറിയാൽ റൈറ്റ് സൈഡിൽ തന്നെ കാർഡ് ഹോൾഡർ, TV, ഒരു സെറ്റ്. അതേപോലെ ആ ടെമ്പിള്, ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC, 6 അടി ഒരു കട്ടിൽ, സുഹൃത്തോടെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു മിറർ സ്റ്റാൻഡ്, സ്റ്റോറേജിനൊരു പ്രത്യേകത, സ്റ്റോറേജിനുള്ളിൽ ലോക്കർ സൗകര്യം. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 2500 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് ഈ ഒരു ലോഡ്ജിൻ്റെ സവിശേഷതകൾ. എനിക്ക് തോന്നിയതിൽ വെച്ചിട്ട്, ഞാൻ കുറേ സ്ഥലങ്ങൾക്ക് ഇറങ്ങിയ ആളല്ലേ, അപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു സൗകര്യത്തിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളത് കെട്ടിടങ്ങൾ ഞാൻ വളരെ റയറായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ അവലംബിച്ചതിൻ്റെ ഗുണം എന്താ വെച്ചാൽ എല്ലാവർക്കും നല്ല പ്രൈവസി കിട്ടും, സന്തോഷമായിരിക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ചെക്കൗട്ട് ഇവിടെ 2 മണിക്കാണ് കേട്ടോ. 2 മണിക്കാണ് ചെക്കൗട്ട് കൊടുക്കുക. സാധാരണഗതിയിൽ 11 മണി അല്ലെങ്കിൽ 12 മണി അങ്ങനെയൊക്കെയാണ് ചെക്കൗട്ട് കൊടുക്കുക. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന ചെക്കൗട്ട് 2 മണിക്കാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.